സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ, ഈ ചാപ്പലിലെ സീനിയർ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട CK അലക്സാണ്ടർ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. വന്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ വിശ്വാസികളുടെ സമൂഹമേ, നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ അളവറ്റ കരുണ ഈ പ്രദേശത്തിന് കിട്ടി. അതിൻ്റെ ആ വലിയ സാക്ഷ്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രകൃതി പോലും നമുക്ക് പ്രകൃതി മോശമാവുമോ എന്ന് ശങ്കിച്ചിരുന്ന സമയത്തും ആ ദൈവകരുണ കൊണ്ട് ഈ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുവാൻ സർവശക്തൻ്റെ കരുണ നമ്മളോടുകൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. വികാരിയച്ഛൻ തന്നെ പറയുമായിരുന്നു 2 മണിക്കൊരു ശവസംസ്കാരത്തിന് പോകേണ്ടതാണ്. അതുകൊണ്ട് അധികം ഒന്നും കാര്യം പറയാൻ ഒക്കുന്നില്ല. ഏതാണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ ഇതിൽ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ചരിത്രമെല്ലാം. നമ്മുടെ സൺഡേ സ്കൂളിൽ വളരെ പഴയതായി കിടന്ന സമയത്ത് നമ്മുടെ പിതാക്കന്മാർ വിചാരിച്ചു 1 മാസത്തിൽ 1 തവണയെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കത്തക്കവണ്ണം ചെട്ടികുളങ്ങരയിൽ ഒരു സാധ്യത ഉണ്ടാകണമല്ലോ. അതിന് ആ സൺഡേ സ്കൂളൊന്ന് പരിഷ്കരിച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് ചിന്തിക്കണം എന്ന് വിചാരിച്ച് 1979 സൺഡേ സ്കൂളിന് വേണ്ടി കല്ലിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് കിട്ടി. പക്ഷേ നമുക്ക് വേണ്ടത്ര തുക സമാഹരിക്കാനൊക്കെ കഴിഞ്ഞതുകൊണ്ട് അത് നീണ്ടു പോയി. ഏതാണ്ട് 1990 വരെ അത് നീണ്ടു വന്നു. അപ്പോഴാണ് ഈ സ്ഥലം വിൽക്കാനായിട്ട്, ഇപ്പോൾ സൺഡേ സ്കൂൾ പണിക്കുള്ള കോൺട്രാക്റ്റ് വരെ കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വന്ന് പറയുന്നത് ഈ സ്ഥലം നിനക്ക് വേണമെന്നാണ് ചോദിച്ചത്. എൻ്റെ ഒരു ബന്ധു ആയതുകൊണ്ടാണ് നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ ആകെ കൂടെ അന്തം വിട്ടു. ഞാൻ പെട്ടെന്ന് യോണിക്കുട്ടിച്ചാൻ്റെ അരികെ ചെന്നു. അച്ഛാ, ഇങ്ങനൊരു ഇത് വന്നേക്കുന്നു. കാരണം ഇതെൻ്റെ മനസ്സിൽ നിന്നത്, സാധാരണഗതിയിൽ ഞാനും ഈ നമ്മുടെ ശ്രീമാൻ മോഹനിയും ഓടിച്ചെടുക്കല കൊച്ചുമിച്ചാനും കൂടെ സംബന്ധിച്ച് ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ദൈവമേ ഈ സ്ഥലം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പള്ളി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയില്ല. അങ്ങനെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം കിടന്നതുകൊണ്ടാണ് ഞാൻ എളുപ്പം ജോണിക്കുട്ടിച്ചാൻ്റെ അരികെ ചെന്നത്. ഈ സൺഡേ സ്കൂൾ പണിക്കാനുള്ള ഒരു 50,000 രൂപയോളമായി കൈവച്ചിരിക്കുന്ന സമയമാണ്. ആ ഡിസംബർ മാസം ആയതുകൊണ്ട് അപ്പോൾ അച്ചായൻ പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടി. കമ്മിറ്റിയിൽ പറഞ്ഞു സൺഡേ സ്കൂൾ പണി അവിടെ നിൽക്കട്ടെ, നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. ഏതാണ്ട് ക്രിസ്മസിൻ്റെ ഈ ഇരുന്ന പൈസയും ക്രിസ്മസിൽ നിന്ന് കിട്ടിയ പൈസയും നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളിൽ കിടന്ന പൈസയും കൂടെ ചേർത്ത് ഈ സ്ഥലം വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അത് നമ്മൾ കണ്ട പോലെ ഈ റോഡിൽ നിന്ന് ഏതാണ്ട് ഒരു 3-4 അടി താഴ്ചയിലുള്ള വലിയ വെള്ളക്കെട്ടായി കിടന്ന ഈ സ്ഥലം ഇത്ര മനോഹരമായ ഒരു ദേവാലയത്തിന് വേണ്ടി, യെരുശലേം ദേവാലയത്തിന് വേണ്ടി ആ നിലം ശരിപ്പെടുത്തിയതുപോലെ ദൈവം ഈ നിലത്തെ അത് ഉയർത്തി തന്നു. അത് ഇന്ന് ഇത്രയും എനിക്ക് തോന്നുന്നില്ല. മാവേലിക്കര ഭദ്രാസനത്തിലെ ചാപ്പലുകളുടെ എണ്ണം നോക്കിയാൽ, പരിസ്ഥിതി നോക്കിയാൽ ദൈവത്തിൻ്റെ വലിയൊരു കാരണമുണ്ട്. ഇത്രയും വലിയ ഒരു ചാപ്പൽ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മളെ ഓരോ സമയകാലത്തും ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരുന്നു. ആ കരുണയെ ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ഒരവസ്ഥയാണ്. പിന്നെ ഞാൻ പ്രസംഗം നീട്ടാനില്ല. ഈ സാഹചര്യങ്ങളെല്ലാം ഏതാണ്ട് കല്ലടയച്ചൻ്റെ നേതൃത്വത്തിലും നമ്മളെ ജൂബിലിയെക്കുറിച്ച് ചിന്തിച്ചപ്പം മുതൽ അന്നോട്ട് അതിൻ്റെ പരിപാടികൾ ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലുണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം വളരെ നമ്മുടെ വിചാരത്തേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. എനിക്ക് അതുകൊണ്ട് എൻ്റെ യുവജനങ്ങളോട്, ഇനി അടുത്ത തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ദീപശിഖ
ഇത് നിങ്ങൾ കൈകാര്യം ചെയ്ത് വർദ്ധിപ്പിച്ച് ഈ ദേശത്തിന് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ വലിയ ഒരു പ്രസ്ഥാനമായി മാറണം. അത് നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇതേ ഉള്ളൂ. ഞങ്ങൾ ചെയ്ത് നിങ്ങളുടെ തരുന്നു. നിങ്ങളത് വികസിപ്പിക്കണം, വലുതാക്കണം. വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതിന് നമ്മുടെ ഇടവപ്പള്ളിയിൽ നിന്നൊക്കെ ഉള്ള സഹായം കിട്ടണം. അതുപോലെ ദേശത്തിൻ്റെ ഉള്ള അനുഗ്രഹം, ദേശവാസികളുടെ അനുഗ്രഹം നമുക്കുണ്ട്. അവരെല്ലാവരുടെയും കൂടെ ആത്മാർത്ഥമായ പരിശ്രമം നമുക്കുണ്ടാകുവാൻ സർവശക്തനായ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട CK അലക്സാണ്ടർ സാറിൻ്റെ വാക്കുകൾ, ആശയങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന് പ്രത്യേകം